നമസ്കാരം, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ പറയുന്നത് CP+ DVRനെ എങ്ങനെ CP+ൻ്റെ തന്നെ NVRലേക്ക് ആഡ് ചെയ്യാം എന്നതാണ്. പല സാഹചര്യങ്ങളിൽ ഇങ്ങനെ ഒരു റിക്വയർമെൻറ്റ് വരാറുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ, അനലോഗ് ക്യാമറകൾ റൺ ചെയ്യുന്ന ഒരു സൈറ്റിൽ അപ്ഗ്രഡേഷൻ്റെ ഭാഗമായി IP ക്യാമറകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അനലോഗ് ക്യാമറയും DVRും ഉപേക്ഷിക്കാതെ തന്നെ പുതിയ IP ക്യാമറകളുടെ കൂടെ NVRലേക്ക് ഈ DVRനെ കൂടി ആഡ് ചെയ്യാനായി നമുക്ക് സാധിക്കും. അങ്ങനെ ഒരു റെക്കോർഡറിൽ തന്നെ അനലോഗ് ക്യാമറകളും IP ക്യാമറകളും റെക്കോർഡ് ചെയ്യാനും ഒറ്റ മോണിറ്ററിൽ തന്നെ നമുക്ക് വ്യൂ ചെയ്യാനായും സാധിക്കും. CP+ൻ്റെ 8 ചാനൽ DVRനെ 32 ചാനൽ NVRലേക്ക് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായി DVRൻ്റെ നെറ്റ്വർക്ക് സെറ്റിംഗ്സിൽ IP അഡ്രസ്സ് ചെക്ക് ചെയ്യുക. DVRും NVRും ഒരേ സൈറ്റിലാണെങ്കിൽ അഥവാ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിലാണ് ഉള്ളതെങ്കിൽ DVRൻ്റെയും NVRൻ്റെയും IP അഡ്രസ് ഒരേ റേഞ്ചിലായിരിക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമതായി NVRൻ്റെ സെറ്റിംഗ്സിലേക്ക് പോകുക. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആയതുകൊണ്ട് DVRൻ്റെ IP അഡ്രസ് NVRൽ സെർച്ച് ചെയ്യുമ്പോൾ കാണിക്കും. ഇനി അഥവാ DVRും NVRും രണ്ട് സൈറ്റിലാണെങ്കിൽ സ്റ്റാറ്റിക് IP വഴി നമുക്ക് DVRനെ NVRലേക്ക് ആഡ് ചെയ്യാം. DVRനെ മാനുവലായി എങ്ങനെ NVRൽ ആഡ് ചെയ്യും എന്ന് നോക്കാം. ആദ്യമായി മാനുഫാക്ചറർ CP+ സെലക്ട് ചെയ്യുക. അനലോഗ് DVR ആയതുകൊണ്ട് പ്രോട്ടോകോൾ CP/UAR സെലക്ട് ചെയ്യുക. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണെങ്കിൽ ലോക്കൽ IP അഡ്രസ്സും WAN നെറ്റ്വർക്ക് ആണെങ്കിൽ സ്റ്റാറ്റിക് IPയും സെലക്ട് ചെയ്യുക. ഇനി DVRൻ്റെ TCP പോർട്ട് നമ്പർ 25001 നൽകുക. അടുത്തതായി DVRൻ്റെ യൂസർ നെയിമും പാസ്വേഡും നൽകി DVR എത്ര ചാനലാണോ അത് ഇവിടെ ടോട്ടൽ ചാനൽ നമ്പറിൽ സെലക്ട് ചെയ്യുക. ഇനി DVRൻ്റെ ഏത് ചാനലാണോ നമുക്ക് NVRൽ ആഡ് ചെയ്യേണ്ടത് അത് ഇവിടെ നമുക്ക് ഓപ്റ്റ് ചെയ്യാം. അതിനുശേഷം സേവ് നൽകി നമുക്ക് DVRനെ ആഡ് ചെയ്യാം.